ബൈബിൾ പാരായണം. ബാ ഞാൻ പറഞ്ഞുതരില്ലാവും. എല്ലാവരും സുഖമാണോ? വെരി ഗുഡ്, നല്ല വിളിച്ചത് കേട്ടാ. ബൈബിൾ പാരായണം എന്താണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഈ വർഷം 2025 ഓഗസ്റ്റ് 15 മുതൽ 2026 ഓഗസ്റ്റ് 15 വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ പാരായണ യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. അത് വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സമ്പാളൂർ ഇടവകയിൽ ഈ സംരംഭം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. യഹൂദിയ എന്നാണ് ഈ ബൈബിൾ പാരായണത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. ഈ വർഷം നമ്മൾ ജൂബിലി വർഷം ആഘോഷിക്കുകയെന്നെ ആണോ? അപ്പം മാർപ്പാപ്പ നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ് വിശ്വാസവും പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ ഒരു യാത്രയാണ് നമ്മൾ, ഇല്ലേ? അപ്പോൾ യഹൂദിയ എന്ന് പറഞ്ഞാൽ ഒരു ഒതിത്തോടും വിശ്വാസത്തോടും കൂടി നമ്മളൊരു യാത്രയാണ്. എന്ത് യാത്ര? യേശുവിനെ കുറിച്ച് അറിയാനും, യേശുവിനെ മനസ്സിലാക്കാനും, യേശുവിനെ കുറിച്ച് പഠിക്കാനും, അത് മനസ്സിലാക്കി മറ്റൊരു പറഞ്ഞു കൊടുക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ഒരു യജ്ഞമാണ് എന്ത്? ബൈബിൾ പാരായണ യജ്ഞം. അതിലാരും നിങ്ങൾ പങ്കെടുക്കില്ലേ? വെരി ഗുഡ്. ഈശോമിശിഹായ്ക്ക് നമ്മുടെ വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം 2025 ഓഗസ്റ്റ് മാസം 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് നമ്മൾ യഹൂദിയ എന്ന് പറയുന്ന വചനപാരായണ യജ്ഞത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുക. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് അനുവദിക്കുക, അവരെ തടയരുത്. നമ്മുടെ ഈ ഒരു ബൈബിൾ പാരായണത്തിലൂടെ, ഈ യജ്ഞത്തിലൂടെ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് നമ്മൾ പ്രചോദിതരാകുവാൻ പോവുക. അപ്പോൾ വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ശരീരത്തിലേക്ക് ഈശോയെ മാംസം ധരിച്ചതുപോലെ ഈ സ്വർഗാരോഹണ തിരുനാൾ വരെയും അമ്മ ഈശോ ലഭിച്ചത് മുതൽ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച് എളിമപ്പെട്ട് സ്നേഹത്തിലൂന്നി സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും വചനാധിഷ്ഠിതമായി വിശുദ്ധിയോടുകൂടെ ആയിരിക്കുവാൻ ഈ ഒരു ബൈബിൾ പാരായണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും വചനം വായിച്ചൊരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.